നമസ്കാരം. ഞാൻ കവിരാജ് അമ്പലപ്പുഴ. ഞാൻ കണ്ട ചൈനയിലെ കാഴ്ചകൾ വിവരിക്കുന്ന 9ാമത്തെ എപ്പിസോഡാണ് ഇത്. കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ അവസാനിപ്പിച്ചത് ചൈനയുടെ വൻമതിൽ കാണാനെത്തിയ നമ്മൾ അതിന്റെ പ്രവേശന കവാടത്തിൽ വരെ എത്തിയ പോയിന്റിൽ വെച്ചായിരുന്നല്ലോ. ടിക്കറ്റ് കരസ്ഥമാക്കിയ ഞങ്ങൾ എല്ലാവരും സെക്യൂരിറ്റി ചെക്ക് പോയിന്റിലൂടെ അകത്തേക്ക് പ്രവേശിച്ചു. ഈ ചൈനയുടെ വൻമതിലിനെ കുറിച്ച് ചെറിയ ഒരു വിവരണം ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ തന്നിരുന്നല്ലോ. ഇന്ന് നമുക്ക് വൻമതിൽ കയറാവുന്ന അത്രയും കയറുകയും കുറച്ചുകൂടി ചരിത്രം മനസ്സിലാക്കുകയും ചെയ്യാം. മനുഷ്യനിർമ്മിതമായ മഹാത്ഭുതങ്ങളിലൊന്ന് ചൈനയിലെ വൻമതിൽ. ശാഖകളടക്കം 6325 കിലോമീറ്റർ നീളമുള്ള വൻമതിൽ ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത വസ്തുവാണ്. ചന്ദ്രനിൽ നിന്നും നഗ്നനേത്രങ്ങൾ ഉപയോഗിച്ച് കാണാവുന്ന ഒരേ ഒരു മനുഷ്യനിർമ്മിത വസ്തു ഇതാണ് എന്ന് വളരെ കാലമായി ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. മനുഷ്യൻ ചന്ദ്രനിൽ പോയ ശേഷമാണ് ഈ ധാരണ മാറിയത്. പിന്നീട് ചൈനക്കാരായ ബഹിരാകാശ സഞ്ചാരികൾ ഇത് ശരിവെക്കുകയും ചെയ്തു. ക്രിസ്തുവിന് മുൻപ് 3ാം നൂറ്റാണ്ടിൽ ക്വിൻ സാമ്രാജ്യകാലത്താണ് വൻമതിലിന്റെ പണി ആരംഭിക്കുന്നത്. എന്നാൽ അതിനു മുൻപ് തന്നെ പ്രതിരോധത്തിനായി പ്രാകൃതമായ മൺമതിലുകൾ ഉണ്ടാക്കാൻ ചൈനക്കാർക്ക് അറിയാമായിരുന്നു. അക്കാലത്തെ ഗോത്രവർഗക്കാരായിരുന്നു ഇവ നിർമ്മിച്ചിരുന്നത്. ക്രിസ്തുവിന് മുൻപ് 7ാം നൂറ്റാണ്ടിൽ ചു രാജവംശം ഇത്തരം മതിലുകളെ ബലപ്പെടുത്തിയിരുന്നതായി രേഖകളിൽ കാണാം. ഇങ്ങനെ പല രാജവംശങ്ങൾ നിർമ്മിച്ച മതിലുകൾ യോജിപ്പിച്ച് ഒന്നാക്കി ബലപ്പെടുത്തുവാൻ ആരംഭിക്കുകയാണ് യഥാർത്ഥത്തിൽ കിൻ രാജ സാമ്രാജ്യകാലത്ത് ചെയ്തത്. ഞാൻ ഇപ്പോൾ ആ വൻമതിൽ പ്രവേശിച്ചു കഴിഞ്ഞു. അതിൽ കയറാവുന്നിടത്തോളം കയറാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. കുത്തനെയുള്ള കയറ്റങ്ങൾ പല സ്ഥലത്തുമുണ്ട്. എങ്കിൽ കൂടി ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ വിശ്രമിക്കാനുള്ള ഒരു ചെറിയ സ്ഥലം നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഗോപുരങ്ങളും ഉണ്ട്. ഞാൻ ഒരു ഗോപുരത്തിനകത്തൂടെയാണ് ഇപ്പോൾ കയറി മറു സൈഡിൽ എത്തുന്നത്. ഇനി അങ്ങോട്ട് കഴിഞ്ഞാൽ കുറെ അധികം പൊക്കത്തിലുള്ള കുത്തനെയുള്ള കയറ്റങ്ങളാണ്. ഓരോ സ്റ്റെപ്പും സാധാരണയുള്ള സ്റ്റെപ്പാണെങ്കിൽ സാരമില്ല, നമുക്ക് കയറാവുന്നേ ഉള്ളൂ. ഇതല്ല, തുടക്കത്തിൽ തന്നെ വളരെ കഠിനമായിട്ടുള്ള വളരെ പൊക്കത്തിലുള്ള സ്റ്റെപ്പുകളാണ് ഉള്ളത്. എങ്കിലും പ്രായമായ പലരും ഇതിൽ കയറാൻ ശ്രമിക്കുന്നുണ്ട്, വിജയിക്കുന്നതുമുണ്ട്. ഞങ്ങളും പിന്നോട്ട് ഒട്ടും തന്നെ കൊടുത്തില്ല, മാറി നിന്നതുമില്ല, കയറാൻ തന്നെ തീരുമാനിച്ചു. ചൈനയിലെ പിങ്യാവോ എന്ന പട്ടണത്തെ സംരക്ഷിക്കാൻ മിങ് സാമ്രാജ്യകാലത്തുണ്ടാക്കിയ സമാന കോട്ട കിങ് ഷി യുഹാങ് എന്ന ചക്രവർത്തി ചൈനയിലെ നാട്ടുരാജ്യങ്ങൾ കീഴടക്കി തന്റെ സാമ്രാജ്യം സ്ഥാപിച്ചത് ക്രിസ്തുവിന് മുൻപ് 221 ഇക്കാലത്ത് സാമാന്യം വലിയ ആക്രമണങ്ങൾ ചെറുക്കാൻ പര്യാപ്തമായ ചെറിയ മതിലുകൾ നിലനിന്നിരുന്നു. കിങ് ഷി യുവാങ് ഈ മതിലുകൾ ഇണക്കി ഒറ്റ മതിലാക്കി തന്റെ സാമ്രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ട ബലപ്പെടുത്തലും ചെയ്യിപ്പിച്ചു. സ്റ്റെപ്പി പ്രദേശങ്ങളിൽ വസിച്ചിരുന്ന പ്രാകൃതരായ കിസിയോഗോ വംശക്കാരായ നുഴഞ്ഞ കയറ്റക്കാരായിരുന്നു ഏറ്റവും ശല്യമുണ്ടാക്കിയിരുന്നത്. ഈ വർഗത്തിൽപ്പെട്ട ആട്ടിടയന്മാർ കൂട്ടമായി വന്ന് മോഷണം നടത്തിയിരുന്നതായി യഥാർത്ഥ യുദ്ധത്തെക്കാൾ കിങ്സ് സാമ്രാജ്യത്തിന് വലിയ ശല്യം ഉണ്ടാക്കിയത്. സാമാന്യം കടുപ്പത്തിലുള്ള കുത്തനെ ഉള്ള സ്ലോപ്പാണ് ഇപ്പോൾ നമ്മൾ അഭിമുഖീകരിച്ചിരിക്കുന്നത്. ഞങ്ങളിൽ പലരും മുന്നേ തന്നെ കയറിപ്പോയിട്ടുണ്ട്. ഞാൻ സ്വല്പം വീഡിയോ എടുക്കുന്ന ധൃതിയിലായത് കാരണം സാവകാശമാണ് ഞാൻ കയറാൻ ആരംഭിച്ചത്. എങ്കിൽ കൂടി എന്റെ പിന്നാലെയും ആൾക്കാരുണ്ട്. ഏതായാലും കയറാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചത്. ഞങ്ങൾ പലരും അങ്ങനെ കയറി വരുന്നുണ്ട്. ചൈനയിലെ തന്നെ സിയാൻ പ്രവിശ്യയിൽ കിങ് സാമ്രാജ്യകാലത്ത് പണിത മറ്റൊരു മതിൽ ഉണ്ടായിരുന്നു. 5 ലക്ഷത്തോളം കർഷകരും കുറ്റവാളികളുമായിരുന്നു ആ മതിൽ നിർമ്മാണത്തിന് നിയോഗിക്കപ്പെട്ടിരുന്നത്. പിന്നീട് വോയി രാജവംശം അധികാരത്തിൽ വന്നപ്പോൾ AD 386 മുതൽ 534 വരെ 3 ലക്ഷത്തോളം ആൾക്കാർ വൻമതിലിനായി പണിയെടുത്തു. AD 607 10 ലക്ഷത്തിലധികം ആളുകൾ വൻമതിലിനായി പണിയെടുത്തു എന്ന് രേഖകളിലുണ്ട്. പിന്നീട് മിങ് രാജവംശം ദശലക്ഷക്കണക്കിന് ആളുകളെയാണ് പണിക്കായി നിയോഗിച്ചത്. 100-ലധികം വർഷമാണ് അതിനായി എടുത്തത് തന്നെ. ഇത്തരത്തിൽ വലിയൊരു അളവ് തൊഴിലാളികളുടെ കഷ്ടപ്പാടുകളുടെയാണ് വൻമതിലിന്റെ നിർമ്മാണം നടത്തിയത്. ദശലക്ഷക്കണക്കിന് ആളുകൾ രോഗവും അപകടവും അമിത ജോലിയും കൊണ്ട് പണിക്കിടെ മരണമടഞ്ഞിട്ടുണ്ട്. എല്ലാത്തരം പണികളും കൈകൊണ്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. കല്ല്, മണ്ണ്, ചുണ്ണാമ്പ്, ഇഷ്ടിക, മരം എന്നിവയായിരുന്നു പ്രധാന അസംസ്കൃത വസ്തുക്കൾ. ഇവയെല്ലാം കൈമാറിയാണ് നിർമ്മാണ പ്രദേശങ്ങളിൽ എത്തിച്ചിരുന്നത്. ചിലയിടങ്ങളിൽ സാധനങ്ങൾ കൊണ്ടുപോകാനായി ആടുകൾ, കഴുതുകൾ എന്നിവയും ഉപയോഗിച്ചിരുന്നു. ചൈനയിലെ പട്ടണങ്ങൾ സംരക്ഷിക്കാൻ ഇതേപോലെയുള്ള മതിലുകൾ പലയിടത്തും സ്ഥാപിച്ചിട്ടുണ്ട്.
ചൈനയുടെ ഉത്തരമേഖലയിൽ ബോഹായ് ഉൾക്കടലിന് സമീപം ഷൻഹായ് ഗുവാൻ എന്ന സ്ഥലത്ത് നിന്ന് ആരംഭിക്കുന്നു പ്രധാന മതിൽ. പിന്നീട് ഹബോയി, ഷൻസി, സിങ്സിയ, ഗൺസു എന്നീ ചൈനീസ് പ്രവിശ്യകളിലൂടെ മംഗോളിയയിലൂടെയും കടന്നുപോകുന്നു. അവസാനം ഗോബി മരുഭൂമിയിലെ ജിയായു ഗുവാനിൽ അവസാനിക്കുന്നു. പ്രധാന മതിൽക്കെട്ട് ഷൻഹായ് ഗുവാനിൽ നിന്ന് ആരംഭിച്ച് ഗോബിയിൽ യുമനിൽ അവസാനിക്കുന്നു. പ്രധാന കെട്ടിന് 3460 കിലോമീറ്റർ നീളമുണ്ട്. ശാഖകളുടെ നീളം 2465 കിലോമീറ്ററും വരും. മതിലിന് മുകളിലൂടെ ഒരു പാതയും 100-200 മീറ്റർ ഇടവിട്ട് കാവൽ മാടങ്ങളുമുണ്ട്. ചിലയിടങ്ങളിൽ നശിച്ചു തുടങ്ങിയെങ്കിലും ചൈനീസ് ഭരണകൂടം വൻമതിലിനെ ആവുന്നത്ര പോലെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ജനങ്ങൾ വീടും മറ്റും പണിയാൻ വൻമതിലിന്റെ ഭാഗങ്ങൾ ഇളക്കിക്കൊണ്ടു പോകുന്നത് വൻമതിലിന്റെ സുരക്ഷയെ ബാധിക്കുന്നുണ്ട്. അപ്രകാരം ചെയ്യുന്നത് ചൈനയിൽ രാജ്യദ്രോഹ കുറ്റത്തിന് സമാനമായ കുറ്റമായി കരുതുന്നു. ഇന്ന് ചൈനയിൽ വിനോദസഞ്ചാരത്തിന് എത്തുന്നവരിൽ ഭൂരിഭാഗവും വൻമതിൽ സന്ദർശിക്കുന്നു. ഈ വൻമതിലിനെ കുറിച്ച് പ്രധാനമായ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചൈനയിലെ വൻമതിൽ തുടർച്ചയായ മതിലുകളല്ല, മറിച്ച് മംഗോളിയൻ സമതലത്തിന്റെ തെക്കേ അറ്റത്തുള്ള കുന്നുകളുടെ നെറുകയെ പിന്തുടരുന്ന ചെറിയ മതിലുകളുടെ ഒരു ശേഖരമാണ്. ഈ മതിൽ കാണുകയും കയറുകയും ചെയ്ത ഞങ്ങളുടെ ഗ്രൂപ്പിലുണ്ടായിരുന്ന സഹയാത്രികരുടെ ചില അഭിപ്രായത്തിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. കേരളത്തിൽ എറണാകുളത്ത് നിന്ന് വന്നിരിക്കുന്നതാണ്. ഞങ്ങൾ ചൈനയില് 3 ദിവസമായിട്ട് കഴിഞ്ഞ 2 ദിവസം ഷാങ്ഹായിൽ ആയിരുന്നു. ഇന്ന് ബെയ്ജിംഗ് വന്നു. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ഗ്രേറ്റ് വാൾ ഓഫ് ചൈന, ലോകത്തിലെ മഹാത്ഭുതങ്ങളിൽ ഒന്നായ ഗ്രേറ്റ് വാൾ ഓഫ് ചൈന കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഞങ്ങളതിൻ്റെ ഓൾമോസ്റ്റ് മുകൾഭാഗം വരെ പോയി. പക്ഷേ അങ്ങോട്ട് ചെല്ലുന്നവരും വളരെ സ്റ്റീപ്പായിട്ടുള്ള സ്റ്റെപ്പായിരുന്നുകൊണ്ട് അധികം കയറാൻ പറ്റില്ലെങ്കിൽ ഓൾമോസ്റ്റ് എൻ്റെ മുകളിൽ വരെ പോയി. ഏറ്റവും നല്ല മനോഹരമായ ഒരു കാഴ്ചയാണ് ഇത്. വളരെ വൃത്തിയായിട്ടുള്ളതാണ്. ഇത് വരേണ്ടതും കാണേണ്ടതുമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. കയറാൻ എന്ന് പറഞ്ഞാൽ ഈ സ്റ്റെപ്സ് ഈക്വലി സ്പേസ്ഡ് ഹൈറ്റ് അല്ല. അതിപ്പോൾ കയറാനൊരു ശകലം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ അത് വേർത്താണ് അങ്ങ് വരെ എത്തുന്നത്. കാണാനും ഉള്ള വ്യൂ ഒക്കെ വളരെ ഭംഗിയായിട്ടുള്ളൊരു വ്യൂ ആണ്. ഇങ്ങോട്ടേക്കൊക്കെ വരേണ്ടതാണ് ശരിക്കും. ഇത് വലിയൊരു അച്ചീവ്മെന്റ് ആണ്. ഈ ഒരു ചൈനയിൽ വരാനും ചൈനയിലെ ഈ ഒരു വൻമതിൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പം മുതലേ സ്കൂളിൽ പഠിച്ചിട്ടുള്ള ഈ ഒരു കാര്യം പഠിച്ച് വന്ന കാര്യം ഇത് ഇപ്പം നമ്മൾ അച്ചീവ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ വന്നത് വിസിറ്റ് ചെയ്ത് കയറാൻ പറ്റിയത് ഒരു വളരെ ജീവിതത്തിൽ ഒരു അവസരമായിട്ട് തന്നെ കരുതുന്നത്. ചൈനയിൽ വരും എന്ന് പറയുന്നത് തന്നെ ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു. അതിന്റെ കൂടെ തന്നെ ഈ ഒരു മഹാത്ഭുതങ്ങളൊന്ന് കാണാൻ പറ്റുന്നത് അതിലും വലിയൊരു കാര്യമായിട്ട് കരുതുന്നു. ഒരു നല്ലൊരു കാര്യം. നമ്മൾ കേരളത്തിൽ വെച്ച് ചൈനീസ് ഫുഡ് കഴിക്കുന്ന മിക്സഡ് ചൈനീസ് ഫുഡാണ്. ഇന്ത്യനും ചൈനീസും മിക്സ്ഡ് ആണ്. പക്ഷെ ഇവിടെ വരുമ്പോൾ തനിയായിട്ടുള്ള ചൈനീസ് ഫുഡ് കഴിക്കുന്നുണ്ട്. പലതും നമുക്ക് കഴിക്കാൻ പറ്റുന്നില്ല. നമുക്ക് പറ്റുന്നിടത്തോളം കഴിക്കുക. അതൊരു എക്സ്പീരിയൻസ് ആണ്. ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു. നമ്മുടെ നാട്ടിലെ ചൈനീസ് ഫുഡ് കഴിക്കുന്നതിനേക്കാൾ ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ്. അതുപോലെ ടോട്ടലി ഒരു ഡിഫറെന്റ് ഇന്ത്യയിൽ നോക്കുമ്പോൾ ടോട്ടലി ഡിഫറെന്റ് കൾച്ചർ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. നമ്മൾ ചൈനക്കാരെ പല രാജ്യങ്ങളും കാണുന്നുണ്ടെങ്കിലും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ചൈനയുടെ കൾച്ചറും ചൈനയുടെ ആൾക്കാരും അവരുടെ ഫിഗറും എല്ലാം വളരെ വ്യത്യാസപ്പെട്ട ഒരു കാര്യമെന്നുള്ള ഫുഡാണെങ്കിലും അവരുടെ ജീവിതവും എല്ലാം വളരെ വ്യത്യാസപ്പെട്ട ഒരു കാര്യമാണ്. നമ്മള് നേരത്തെയാണ് ഈ താടിക്കാരെ മാത്രമേ കണ്ടിട്ടുള്ളായിരുന്നു. ഈ ഊശാന്താടിയൊക്കെ വെച്ച ആൾക്കാരെ മാത്രമേ കണ്ടിട്ടുള്ളായിരുന്നു. ഇപ്പൊ ആണെങ്കിൽ താടി വെച്ച് ഒറ്റ മനുഷ്യനെ ഇവിടെ ഇല്ല. താടി മീശ ഒന്നും ഇല്ലാത്ത ആൾക്കാരാണ് ഇവിടെ കാണുന്നത്. പിന്നെ ഇവരുടെ വൃത്തി, റോഡുകളൊക്കെ ഒന്ന് കാണാൻ മാത്രമുണ്ട്. റോഡ് അതെ എന്താ പറയണ്ടേ, മാസ നമ്മുടെ ഇന്ത്യ ഇനി വരാൻ കിടക്കുന്നേ ഉള്ളൂ. 100 വർഷം പോലും പോലും ഇതുപോലെ വരാൻ. അത് റോഡിന്റെ ഇരുവശത്തും മരങ്ങൾ പിടിപ്പിക്കുന്നതും ആ പച്ചപ്പും എല്ലാം കാണാൻ മാത്രമുണ്ട്. അതെ, സമ്മതിക്കാതിരിക്കാൻ പറ്റും. അതുപോലെ ഡ്രെയിനേജ്, റോഡിലേക്കുള്ള വെള്ളത്തിന്റെ ഒക്കെ ഒഴുക്കൊക്കെ, മഴ പെയ്തിട്ട് പോലും വെള്ളക്കെട്ട് കാണുന്നില്ല നമ്മള്. എത്ര പെട്ടെന്ന് വെള്ളം റോഡിൽ നിന്ന് പോകുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ. നമ്മുടെ കേരളത്തിലെ പ്രത്യേകിച്ച് കൊച്ചിയിലെ ഒരു പ്രത്യേകത, ചെറിയ മഴ പെയ്താൽ റോഡ് എല്ലാം വെള്ളത്തിൽ മുങ്ങും. പക്ഷെ ഇവിടെ വന്നാല് എത്ര വലിയ മഴ പെയ്താലും ആ മഴ തീർന്നു കഴിയുമ്പോഴത്തേക്ക് വെള്ളം ഇങ്ങോട്ട് പോയി ഡിസപ്പിയർ ചെയ്തു പോകും. ഞാനിത് പ്രത്യേകം ശ്രദ്ധിച്ചു. മിനിഞ്ഞാന്നത്തെ വൈകുന്നേരത്തെ മഴ കഴിഞ്ഞ് നോക്കിയപ്പം വെള്ളമേ ഇല്ല. പിന്നെ ഇവരുടെ ഇത് കാണാനും ഇല്ല. വെള്ളക്കെട്ടും ഇല്ല. എങ്ങോട്ടേക്ക് പോകുന്നുള്ള ഒരു കായലോ ഒന്നുമില്ല. ഡ്രെയിനേജ് കാണാനില്ല. ഡ്രെയിനേജ് ഞാൻ പ്രത്യേകം ഓരോ മീറ്റർ സൈഡിൽ ചെറുതായിട്ടൊരു ഹോൾ കൊടുത്തിട്ടുണ്ടെന്ന്. ചൈന ഒരു ഗ്രേറ്റ് അച്ചീവ്മെന്റ്. അതെ, ഞാൻ എത്ര വർഷമായിട്ട് ആലോചിക്കുന്നത് ചിന്തിക്കുന്നറിയാം ചൈന അത് കാണാനായിട്ട് അവസരം കിട്ടും. നമ്മള് പഠിക്കുന്ന കാലത്തോട്ട് ഇനിയും വരാൻ പറ്റും, കാണാൻ പറ്റും. ഒരു ഗ്രേറ്റ് ബ്ലെസ്സിംഗ് ആണ് ഇത്. താങ്ക് യു.
ഏകദേശം മതിലിൽ കൂടി സഞ്ചരിക്കുകയും കയറുകയും അതിന്റെ ചിത്രീകരണങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്തതിനു ശേഷം ഞങ്ങൾ തിരിച്ചു വരുന്ന വഴി ഗേറ്റിന് സമീപം കണ്ടതാണ് ഈ ഷോപ്പ്. ഇവിടെ ഒരു സുവൈനർ ഷോപ്പാണിത്. വൻമതിലിനെ സംബന്ധിച്ചിട്ടുള്ള മിക്കവാറും കാര്യങ്ങളെല്ലാം നമുക്ക് സുവൈനറായിട്ട് ഇവിടെ കിട്ടും. നമ്മുടെ ഓർമ്മയ്ക്കായിട്ട് ഉപയോഗിക്കണമെങ്കിൽ അതുപോലെ ഒന്നോ രണ്ടോ വാങ്ങിക്കാവുന്നേ ഉള്ളൂ. ഞങ്ങൾ പെട്ട പലരും അതിൽ വാങ്ങിക്കുന്നുണ്ടായിരുന്നു. ശേഷം ഞാൻ ചൈനയുടെ വൻമതിൽ സന്ദർശിച്ചു എന്നതിന് തെളിവായി അവിടെ നിന്ന് ഇഷ്യൂ ചെയ്ത ഒരു സർട്ടിഫിക്കറ്റുമായി ഞാൻ യാത്ര മതിയാക്കി ഞങ്ങളുടെ ബസ് കാത്തിരുന്ന ഭാഗത്തേക്ക് തിരിച്ചു വന്നു. ബസ് പാർക്കിംഗ് ഏരിയയിൽ ഒരു മരത്തണലിൽ എത്തിയ ഞങ്ങൾ ചൈന മതിൽ സന്ദർശനത്തെക്കുറിച്ചുള്ള വിലയിരുത്തൽ അന്യോന്യം നടത്തി. അതിനിടയിൽ എൻ്റെ ക്യാമറയുടെ ശ്രദ്ധ പോയത് മലയിടുക്കുകളിലൂടെ ഓടി വരുന്ന ഒരു ബുള്ളറ്റ് ട്രെയിനെ കുറിച്ചായിരുന്നു. ക്യാമറ ആ ഭാഗത്തേക്ക് പോയി അതൊക്കെ സ്വല്പം ഒപ്പിയെടുക്കുകയും ചെയ്തു. ചൈനയിൽ ഞാൻ കണ്ട വിശേഷപ്പെട്ട മറ്റ് അത്ഭുതങ്ങൾ നിറഞ്ഞ കാഴ്ചകളും മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ നിങ്ങളുടെ അടുത്ത് വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ, നന്മ വരട്ടെ.